ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ ഒരു ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ആ വ്യക്തി വളരെ വലിയ സമ്പത്തിനുടമയാകും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം താമസിയാതെ തന്നെ വലിയ സമ്പത്തും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ്. അതൊരു വളരെ ജീവിതത്തിലെ ഒരു നല്ലൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ലക്ഷണം ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. മിക്കവാറും തിരക്കിലായിരിക്കും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചുരുക്കി വാട്സപ്പ് ഇടുക. അതിന് ഫീസൊന്നുമില്ല. വിശകലനം ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഫീസുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. രാവിലെ ഉണർന്ന ഉടനെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ പുരിക മധ്യത്തില് രണ്ട് പുരികങ്ങളുടെ മധ്യത്തിൽ ചെറുതായിട്ടൊരു കനം അനുഭവപ്പെടുന്നുണ്ടോ എന്നൊന്ന് കണ്ണടച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണർന്ന ഉടനെ ആ കിടക്കപ്പായി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പുരിക മധ്യത്തിൽ ഒരു ചെറിയ കനം പോലെ കണ്ണടച്ച് അനുഭവപ്പെടപ്പെടുന്നുണ്ടോ ശ്രദ്ധിക്കുക. പുരികങ്ങളുടെ മധ്യത്തിൽ ആ നെറ്റിയുടെ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലെ ആ ഈശ്വരബോധം, ആ ദൈവികമായ ശക്തി ഉണർന്നു തുടങ്ങി പ്രപഞ്ചബോധം ഈ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത് കൈയുടെ ചൂണ്ടുവിരൽ പറയുന്നത് കേൾക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇടത് കൈ പോലെ തോന്നും. ഞാൻ വലത് കൈ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ആ പുരികമർദ്ദത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. വലുതായിട്ട് പ്രസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു അത്ഭുത മന്ത്രം ജപിക്കുക. ഓം ശ്രീം ലക്ഷ്മീം ധനം ദേഹി ദേഹി ഓം. ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇത് അഷ്ടലക്ഷ്മി പ്രാപ്തി മന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ട് 3 തവണ ഈ പുരിക മധ്യത്തിൽ ജസ്റ്റ് കയ്യം തൊട്ടിട്ട് ജപിക്കുക. ഇനിയും ഈ ഉണർന്ന ഉടനെ നിങ്ങളുടെ 2 പുരികങ്ങൾക്കും മധ്യത്തിൽ ചെറിയ ഒരു കനം പോലെ കണ്ണടച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ വലത് കൈയുടെ ചൂണ്ടുവിരൽ തൊട്ട് ഈ മന്ത്രം കൊണ്ട് ജപിക്കുക. ഇത് ഈ കനം ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ ആരോടും പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ പോകുമെന്നുള്ള അതിൻ്റെ ആരോടും പറയണ്ട. നീ പറഞ്ഞുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. പക്ഷെ എങ്കിലും പറയാതിരിക്കുന്ന കൂടുതലും ആ അനുഗ്രഹങ്ങൾ കൂടുതൽ പവർഫുൾ ആകാൻ ഉപകരിക്കുന്നത്. അനുഗ്രഹങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ ആ ശക്തി കുറയുന്ന ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ പറയാതിരിക്കുന്ന നല്ലത്. ആരോടും പറയണ്ട. അപ്പം ഈ പുരികമധ്യങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന്, ഒരു ചെറിയൊരു കനം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തിയുടെ ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ മുകളിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ്. കുണ്ടലിനി ഉണർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെയൊന്നും മണ്ടത്തരം വിചാരിക്കരുത്. കുണ്ടലിനി ഒന്നും അങ്ങനെ ഉണരുന്ന കാര്യമല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അത് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ അകത്ത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്ര അറിയാം, കുണ്ടലിനി ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണരുന്ന കാര്യമല്ല. കുണ്ടലിനി ഉണർന്നവൻ കണ്ടവനൊട്ട് മിണ്ടത്തുമില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല. അതാണ് കുണ്ടലിനെ കുറിച്ച് അഗസ്ത്യർ പറഞ്ഞിരിക്കുന്നത്. അത് അനുഭവിച്ചവൻ പിന്നെ ഒന്നും മിണ്ടത്തില്ല. അവൻ ഇങ്ങനെ ഇരിക്കും. അവധൂതന്മാരെ കണ്ടിട്ടില്ലേ? ഇനി ഈ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെ കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ, അപ്പം അത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ കുണ്ടലിനി ശക്തി ശരിയായ രീതിയിൽ ഉണർന്നവർ അവധൂതന്മാരും. ഇപ്പൊ ശിവപ്രഭാകര സിദ്ധിയോഗി, പൂന്തുറ തക്കലസ്വാമി, ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദൻ, അവരൊക്കെ ഇങ്ങനെ മേലോട്ട് ദൃഷ്ടി വെച്ച് അവരൊന്നും അധികം സംസാരിക്കത്തുമില്ല, അവർ പ്രസംഗിക്കത്തുമില്ല, അവരൊക്കെ കൂടുതൽ സമയം നിശബ്ദതയിലായിരിക്കുന്നത്. അതാണ് അവധൂതന്മാരും. അത് ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം അത് ഞാൻ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കെങ്ങും പോയി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പറയുന്ന. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയും. എൻ്റെ അറിവാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലെ ഗുരുവിൽ നിന്ന് ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ചതാണ്. ഞാൻ ഈ ആത്മീയ വഴി സഞ്ചരിക്കുന്ന ആളാണ്. എനിക്ക് ചിലത് പറഞ്ഞുതരാൻ പറ്റും, അതാ പറഞ്ഞത്. ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് അത് സ്വീകരിക്കുക, അല്ല സ്വീകരിക്കാതിരിക്കുക. ചുമ്മാ കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞ് പലതിൻ്റെയും പുറകെ പോയി ജീവിതത്തിൽ സമയവും പോയി,
ജീവിതം പോയി. അങ്ങനെയൊക്കെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടായവരുണ്ട്. അപ്പം സത്യമായ കുണ്ടലിനെ ഉണരുന്നത് എത്രയോ ജന്മാന്തരങ്ങളിലെ പുണ്യമാണെന്ന് അറിയാവോ? അതായത് ഇപ്പൊ ഈ അഗസ്ത്യര് ഇവരൊക്കെ ആണെങ്കിൽ ഇവര് പുറകോട്ടൊക്കെ എത്രയോ ജന്മങ്ങൾ നേടിയ പുണ്യം കൊണ്ട് അവർക്ക് ആ അവസ്ഥയിൽ എത്തിയെന്നറിയോ? അല്ല, ഇതൊന്നും പെട്ടെന്ന് ഉണരുന്ന കാര്യമില്ല. ലക്ഷത്തിലൊരുവന് ഒക്കെയാണ് ഉണ്ടാകുന്നത്. അത് ഈശ്വരൻ കൊടുക്കുന്ന അവന്റെ കർമ്മം തീരുന്നതനുസരിച്ച്, അല്ലാതൊന്നും കിട്ടുന്ന കാര്യമല്ല ഈ കുണ്ടലിനി എന്ന് പറയുന്നത്. ഗുരു സത്യഗുരുവിന്റെ ആ ദീക്ഷയില്ലാതെ അത് കിട്ടത്തില്ല. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനൊന്നും കിട്ടുന്ന സംഭവം അല്ല അത്, കേട്ടോ. യഥാർത്ഥ കുണ്ടലിനി ശക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. സത്യമായ കാര്യമാണ്. നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാനാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഒരുപാടിടത്ത് കുണ്ടലിനി എന്നൊക്കെ കേൾക്കാം. എനിക്ക് ശരിയെന്ന് തോന്നിയ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അത് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. അപ്പൊ ഈ ഒരു മന്ത്രം നിങ്ങൾ ഇവിടെ തൊട്ട് ജപിക്കണം. അപ്പൊ ഇവിടെ ഒരു കനം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈശ്വര ബോധം, നിങ്ങളുടെ മൂലാധാരം, നട്ടലിന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവിക ശക്തി മുകളിലേക്ക് അതിന്റെ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുന്നു എന്നാൽ, അത് കുണ്ടലിനെ ഉണർന്നല്ല, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു, മുകളിലേക്ക് ചെറിയ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു കനം ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ പോലെ, ചെറിയ കനം പോലെ ഉണ്ടാകുന്ന. അപ്പൊ അതിന് നിങ്ങളപ്പോൾ ഇത്രയും ചെയ്യുക രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട്. ഇത് ഇനി നിങ്ങളുടെ ഇവിടെ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ പുരികത്തിന്റെ മധ്യത്തിലോ അതോ തൊട്ട് മുകളിലോ ആകാം. കറക്റ്റ് പുരിക മധ്യത്തിൽ തന്നെ ആണോന്നില്ല, തൊട്ട് മുകളിലും ആകാം, കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കനം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഈശ്വരീയമായ നല്ല അറിവുകൾ കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് ഈശ്വര ചൈതന്യമുള്ള ചില ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ അവസരം കിട്ടും. ദിവ്യമായ ചില മന്ത്രങ്ങൾ ചിലപ്പം കിട്ടും. ചിലപ്പം ദിവ്യമായ ചില അറിവുകൾ കിട്ടും. ദിവ്യമായ അനുഗ്രഹങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ചില ദിവ്യമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റും. ചില ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ആ സമൃദ്ധി, ഐശ്വര്യം, നിങ്ങളുടെ കർമ്മദോഷം മാറാനും സമൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാകാനും സമയമായി എന്നുള്ള സൂചനയാണ്. അപ്പൊ അത് ഈ മന്ത്രം അഷ്ടലക്ഷ്മി ധനപ്രാപ്തി മന്ത്രമാണ് പറഞ്ഞു തന്നെ. അത് ഇങ്ങനെ ഇവിടെ തൊട്ട് ജപിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ സമൃദ്ധിയിലേക്ക്, സമ്പത്തിലേക്ക്, ആ നിങ്ങളിൽ ഉണ്ടായ ചെറിയൊരു ഈശ്വരീയമായ ഉണർവ് നിങ്ങളെ വലിയ സമ്പത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ അഷ്ടലക്ഷ്മി മന്ത്രം കൂടെ പറഞ്ഞു തന്നെ. അഷ്ടലക്ഷ്മി എന്ന് കേട്ടാൽ തന്നെ അറിയാം, 8 ലക്ഷ്മിമാര് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തുകളും വന്നു ചേരുമെന്നാണ്. അഷ്ടലക്ഷ്മികളെ കുറിച്ച് പഴയ വീഡിയോ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. പഴയ വീഡിയോക്കകത്ത് ഏതൊക്കെയാ ലക്ഷ്മികളാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, എല്ലാ തരത്തിലുള്ള സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ഇനി ഒരു മാസം ഇത് ഇങ്ങനെ കൈ തൊട്ട് ജപിക്കുക. അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഇവിടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ജപിച്ചാലും മതി, അത് ഫലമാകും. പിന്നെ ഇത് ആർക്ക് വേണേലും ജപിക്കാം, രാവിലെ മാത്രം ജപിച്ചാൽ മതി കിടക്കപ്പായിരുന്നുകൊണ്ട്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണം ജപിക്കാം. ചര്യ നിഷ്ഠ വ്രതമൊന്നുമില്ല. ഇത് രാവിലെ കിടക്കപ്പായിരുന്ന് ജപിച്ചു കഴിഞ്ഞ് പിന്നീട് മനസ്സിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഒരു ദിവസം ജപിക്കണം മനസ്സിൽ. അപ്പോൾ അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിച്ചാൽ മതി. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ജപിക്കുക, ഒരു കുഴപ്പമില്ല. എത്രയും ജപിക്കുക അത്രയും ജപിക്കുക. എന്ന് വെച്ചാൽ ജോലിക്കിടയിലോ അല്ലെ റോഡിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ജപിക്കരുത്. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മനസ്സിൽ നിങ്ങൾക്ക് എത്രയും ജപിക്കാവുന്ന അത്രയും ജപിക്കുക. ഈ മന്ത്രം പെട്ടെന്ന് ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഈശ്വരീയമായ ഉണ്ടായ ചെറിയ ഉണർവ് ഈ മന്ത്രം കൊണ്ട് ജപിക്കുമ്പോൾ വലിയ സമ്പത്ത്, ഐശ്വര്യം, സമാധാനം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. കടങ്ങൾ വീടാൻ ഉപകരിക്കും. കൂടുതൽ മഹാലക്ഷ്മി, അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം. അഷ്ടലക്ഷ്മി എന്ന് വെച്ചാൽ സമ്പത്ത്, സമ്പത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യഭാവമാണ്. വലിയ സമ്പത്തിന്റെ ആ ഒരു ഉറവിടമാണ് അഷ്ടലക്ഷ്മി. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്ന് കരുതി നമ്മളിപ്പം നമ്മുടെ ജോലി പ്രവൃത്തി അതുകൂടെ ചെയ്യണം. അല്ലാതെ നമ്മളിപ്പം ഇത് ചെയ്തിട്ട് വീട്ടിൽ ജോലിക്ക് പോയിരുന്നാലോ വീട്ടിൽ കയറിയിരുന്നാലോ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ പ്രയത്നവും കൂടെ ചെയ്യുന്നതോടൊപ്പം വേണം ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാൻ. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്, കേട്ടോ. മനസ്സിലാക്കുമ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇനിയും പറയാൻ പോകുന്നൊരു കാര്യം, 21 ദിവസം നിങ്ങൾ ഗുരുചരണം ശരണം എന്ന മന്ത്രം രാവിലെയും വൈകിട്ടും കുളിമുറിയിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വസ്ത്രം എടുത്തുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു 3 തവണ ജപിക്കുക രാവിലെ. വൈകിട്ട് ഇനിയിപ്പം കുളിമുറിയിൽ നിന്ന് ജപിച്ചില്ലെങ്കിലും
നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും കൈയും കാലും മുഖം നനച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നീ മന്ത്രം ജപിക്കാം. ഇനി വൈകിട്ട് ജപിക്കാൻ പറ്റില്ല, രാവിലെ മാത്രം ജപിച്ചാൽ മതി. ഗുരു ചരണം ശരണം, ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് വാഗോണ്ട് ജപിക്കണം. ഗുരു ചരണം ശരണം 21 ദിവസം അടുപ്പിച്ച് ജപിക്കുക. ഇതിന് ചര്യ നിഷ്ഠാവ്രതം ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നടക്കും. പിന്നെ നിങ്ങൾക്ക് ദിവസവും ഇത് ആവർത്തിക്കാം. രാവിലെ മാത്രം കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞു വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറി എന്ന് വടക്കോട്ട് തിരിഞ്ഞാന്ന് ഗുരു ചരണം ശരണം വാഗോണ്ട് ജപിക്കണം. 3 തവണ ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് ഇത്രയും മനസ്സിൽ പ്രാർത്ഥിക്കണം. ഈശ്വര മഹാഗുരു, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ, എന്നെ നയിക്കണമേ, എല്ലാം അവിടുത്തെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ മഹാഗുരുവെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇത് മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഇത് നിത്യേന നിങ്ങൾ ദിവസവും ചെയ്യുക. ആദ്യം ഒരു 21 ദിവസമെങ്കിലും ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് തുടർന്ന് ചെയ്യുക. അത്ഭുതകരമായ വിദ്യയാണ്. കാരണം ഈ ഗുരുക്കന്മാർക്ക് നമ്മുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. ഗുരു നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗുരുവിനെ നമ്മുടെ പ്രവൃത്തി ശുദ്ധമാകുമ്പോൾ, നമ്മുടെ ആ പ്രവൃത്തിയിലെ ഗുരു എന്നുള്ള ചിന്ത വരുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രവൃത്തി നന്മ വരുമ്പോൾ ഗുരുക്കന്മാർ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ തേടിപ്പോകുന്ന ഗുരു ആയിരിക്കത്തില്ല നമ്മുടെ യഥാർത്ഥ ഗുരു. അത് നമ്മൾ കണ്ടെത്തുന്നതാണ്, നമ്മുടെ ഓപ്ഷനാണ്. അതല്ല, നമ്മളുടെ കർമ്മം അനുസരിച്ച് നമ്മളിലേക്ക് വരുന്ന ഗുരുവാണ് നമ്മുടെ യഥാർത്ഥ ഗുരു. ആ ഗുരു എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നമ്മളെപ്പോലെ കർമ്മത്തിനുള്ളിൽ ജീവിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല. ഈ ഭൂമി ഇങ്ങനെ നമ്മളെപ്പോലെ ജീവിക്കുന്നവരെല്ലാം കർമ്മം കൊണ്ട് ജനിക്കുന്ന, അവർക്ക് കർമ്മദോഷം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കത്തില്ല. ജനന മരണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന പ്രപഞ്ചത്തിലുള്ള ചൈതന്യമായ ഊർജമായ ഒരു ഗുരുവായിരിക്കും നമ്മൾ ഇങ്ങനെ ഗുരുവിദ്യ ചെയ്യുമ്പോൾ നമ്മളോട് കണക്ട് ആകുന്നത്. അതായത് പ്രപഞ്ചത്തിൽ മരണവും ജനനവും ഇല്ലാതെ ആ ചൈതന്യത്തെ പ്രാപിച്ച ചൈതന്യമായ ഒരുപാട് ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗുരുവായിരിക്കും നിങ്ങളെ ഗുരു ചരണം ശരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോധവുമായിട്ട് കണക്ട് ആകുന്നത്. അതാണ് സത്യഗുരു. ആ ഗുരുവിന് ജനനവും മരണവും ഒന്നും ഇല്ലാത്ത ഈശ്വരീയത പ്രാപിച്ച ഗുരുവുണ്ട്. അത് മരണത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഗുരുവാണ്. മരണത്തെ ഇപ്പുറത്തേക്കുന്ന ഒരു ഗുരുവിന് പരിമിതികളുണ്ട്, കർമ്മദോഷങ്ങളുണ്ട്, പല പല കാരണങ്ങളുണ്ട്. അതിനപ്പുറത്ത് നിൽക്കുന്ന ഈശ്വരീയതയെ പ്രാപിച്ച ഊർജമായ ഗുരുക്കന്മാരുണ്ട്, ചൈതന്യമായ ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാരുമായിട്ടാണ് ഈ വിദ്യ ചെയ്യുമ്പോൾ കണക്ട് ആകുന്നത്. അവർക്കാണ് നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറ്റാൻ സാധിക്കും, നിങ്ങളെ വഴികാട്ടാൻ സാധിക്കും. ഒരു കാര്യത്തിന് അപ്പുറം സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിന് ഇപ്പുറം നിൽക്കുന്ന ആളുകളെ ശരിക്കും നയിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നല്ല ഒരു ഉദാഹരണം പറയാം. നല്ല ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഫുട്ബോൾ കളിയിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ അയാൾക്ക് നല്ലൊരു കോച്ചാകാൻ ചിലപ്പം പറ്റും. കാരണം അയാൾക്ക് അനുഭവങ്ങളുണ്ട്. മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ കർമ്മദോഷമുള്ള നമ്മളെ ശരിയായിട്ട് നയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ആ ജനന മരണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചൈതന്യമായ ആ പ്രപഞ്ച ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർക്ക് നമ്മളെ നയിക്കാൻ പറ്റും. നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന, നമ്മളെപ്പോലെ തന്നെ കർമ്മദോഷമുള്ളവർക്ക് പരിമിതികളുണ്ട്. കാരണം അവർ ജനിച്ചിരിക്കുന്ന കർമ്മദോഷം അല്ലെ പല കർത്തവ്യങ്ങളെ കർമ്മമുള്ളതുകൊണ്ടാണ് ജനിക്കുന്നത്, അല്ലെ ജനിക്കത്തില്ല. പക്ഷേ മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഗുരുക്കന്മാര് കർമ്മമില്ല. അവർക്ക് നമ്മുടെ കർമ്മദോഷങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ, നിർവീര്യമാക്കാനുള്ള അനുഗ്രഹങ്ങൾ തരാനും നമ്മളെ നയിക്കാനും പറ്റും. ഇത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. സത്യമായ അറിവാണ് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഏതൊരാളുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി വളരെ പ്രധാനമാണ്. ചൊവ്വ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക തകർച്ചകൾ, തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുക, ബിസിനസ് തകർച്ചകൾ ഉണ്ടാകുക, കോടതി വഴക്ക്, കേസ്, പോലീസ് സ്റ്റേഷന്, നിയമപരമായ പ്രശ്നങ്ങൾ, ഇത് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം ന്യായമായ കിട്ടേണ്ട സമയത്ത് കിട്ടാൻ തടസ്സമുണ്ടാകുക. ചൊവ്വ അനുകൂലമല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ആ കിട്ടേണ്ട സമയത്ത് ചിലപ്പം കിട്ടണമെന്നില്ല, ചൊവ്വ അനുകൂലമല്ലെങ്കിൽ. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ ഭൂമി സംബന്ധമായ കേസുകൾ, ഭൂമി സംബന്ധമായ ദോഷങ്ങൾ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ സന്താനങ്ങൾക്ക് ഒരു ഉയർച്ചയ്ക്ക് കുറവുണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം ജപിക്കാവുന്ന ഒരു മന്ത്രമുണ്ട് ബാലസുബ്രഹ്മണ്യന്റെ. അത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിട്ടേക്കാം കേട്ടോ. ഓം ബാലസുബ്രഹ്മണ്യായ മഹാദേവി പുത്ര സ്വാമി വരവര സ്വാഹ. വരവരത എന്നാണ് കേട്ടോ. ഒന്നുകൂടെ ജപിക്കാം. ഓം ബാലസുബ്രഹ്മണ്യായ
മഹാദേവി പുത്ര സ്വാമി വര വരദ സ്വാഹ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ മന്ത്രം എഴുതിയിട്ടേക്കാം. ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിന് നിങ്ങൾക്ക് സമ്പത്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് കേസ് അതുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിടുതൽ അല്ലെ വിജയം, നിങ്ങൾക്ക് തൊഴില്, നല്ല ഉയർച്ച, ഭൂമി, വീട്, ഐശ്വര്യം, സന്താനങ്ങൾ ഉയർച്ച, എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും ഉയർച്ച ഉണ്ടാകാം. ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിന് ശക്തിയുണ്ട് ഉയർച്ച നൽകാൻ. അതുപോലെ കലാകാരന്മാർക്ക് നല്ലതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്, വക്കീലന്മാർക്ക് നല്ലതാണ്, സ്പോർട്സ് താരങ്ങൾക്ക് നല്ലതാണ്, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്, ഏത് തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം ചൊവ്വ അനുകൂലമായിരിക്കണം, എന്നാലേ നമ്മൾ ആ സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ചൊവ്വയ്ക്ക് ഭദ്രകാളിപ്രതിയും നല്ലതാണ്, അതുപോലെ മുരുകപ്രതിയും നല്ലതാണ്. ഇപ്പം മുരുകന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയും മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നതും തൊഴിൽ അഭിവൃദ്ധി, തൊഴിൽ ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധി, സാമ്പത്തികപരമായി വലിയ കരക്കയറ്റം ഒക്കെ ഉണ്ടാകാനും നല്ലതാണ് കേട്ടോ. അത് മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച രാവിലെ ചെയ്യുന്ന നല്ലതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ മാസത്തിലൊന്നോ 3 മാസത്തിലൊന്നോ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന നല്ലതാണ്. ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രം നിത്യേന രാവിലെ ഭക്തിയോടെ ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങളെ, തൊഴിൽ പ്രശ്നങ്ങളെ എല്ലാം മാറിക്കിട്ടും. ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വളർന്ന് നമുക്ക് സംസാരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ നമ്മൾക്കൊരു കഴിവ് ആർജിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്കാണ് അതിന് ത്യാഗങ്ങൾ സഹിച്ച മാതാപിതാക്കളാണ്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരാൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന അമ്മയാണ്. ഇപ്പൊ ഈ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ത്യാഗങ്ങൾ സഹിക്കണം. കുട്ടിയെ ഉറങ്ങിക്കഴിയുമ്പോഴേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കുട്ടിയെ ഓരോ സമയം ശ്രദ്ധിക്കണം, ആഹാരം കൊടുക്കണം, ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കും. കുട്ടികൾ അവർക്ക് അറിയത്തില്ല, എങ്ങോട്ട് വേണേലും ഓടിപ്പോകാം, അപ്പൊ അവരെ ശ്രദ്ധിക്കുക. വളർത്തിക്കൊണ്ട് വരുന്ന ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന അമ്മയാണ്. അതുപോലെ അമ്മ സംസാരിക്കുന്ന കേട്ടാണ് ഈ കുട്ടി ആദ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത്. കാരണം അമ്മയോടാണ് കൂടുതൽ ഇടപഴകുന്നത്. അച്ഛൻ ജോലിക്ക് അങ്ങ് പോകും, അമ്മയാണ് കൂടുതൽ പരിപാലിക്കുന്നത്. അതുകൊണ്ട് അമ്മ പറയുന്ന കേട്ടാണ് കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നത്. അമ്മയാണ് ആദ്യ ഗുരു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന അമ്മയാണ്. അതുപോലെ അച്ഛനും തീർച്ചയായിട്ടും ത്യാഗം സഹിക്കുന്നുണ്ട്. അച്ഛനെ കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് അധ്വാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതുപോലെ തന്നെ അച്ഛൻ്റെ സംരക്ഷണവും അച്ഛൻ്റെ ആ ശാസനയും ഒക്കെ ഉണ്ടെങ്കിലേ ആ കുട്ടികൾ നല്ല രീതിയിൽ വരത്തുള്ളൂ. അതുപോലെ അമ്മയുടെ പരിപാലനവും സംരക്ഷണവും ഒക്കെ വേണം. ഇപ്പോൾ ഒരു മരം വെച്ചാൽ തന്നെ ആ മരം നല്ല രീതിയിൽ കിളുത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട തണലും അതുപോലെ സൂര്യപ്രകാശവും വെള്ളവും എല്ലാം ലഭിക്കുമ്പോഴാണ്, സംരക്ഷണം കിട്ടുമ്പോഴാണ് അത് വളർന്നു വരുന്നത്. അപ്പം സംരക്ഷണം കൊടുക്കുന്നത്, അതിനെ പരിപാലിക്കുന്നതിൽ അച്ഛനും നല്ല പങ്കുണ്ട്. അപ്പൊ ഈ അച്ഛനമ്മമാർ എത്ര ത്യാഗം സഹിച്ച നല്ല അച്ഛനമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എത്രയോ ത്യാഗം സഹിച്ചാണ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരെ നോക്കാതിരിക്കുക, അവരെ തള്ളിപ്പറയുക, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഇത് ഞാൻ പല അനുഭവങ്ങൾ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ജോലി കിട്ടി, അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ വന്നു കഴിയുമ്പോൾ, അവരൊക്കെ പുതിയ ബന്ധങ്ങളും പുതിയ ആളുകളും വരുമ്പോൾ അവരെയൊക്കെ സ്നേഹിക്കണം, സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞു. പക്ഷെ അതൊക്കെ ആയി കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒരു അധികപ്പറ്റെന്നുള്ള രീതിയിലുള്ള ചില പ്രവർത്തികൾ, എല്ലാവരുടെയും അല്ല, ചില ആളുകളെയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അതായത് വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ വന്നു, ഒരു ബന്ധങ്ങൾ വന്നു, അവരൊക്കെ സ്നേഹിക്കണം. പക്ഷെ അച്ഛനെ അമ്മ ഒരിക്കലും നിരാകരിക്കരുത്, അവരെ അവോയ്ഡ് ചെയ്യരുത്, അവരെ അപ്രസക്തമാക്കരുത്, അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും വലിയ തെറ്റാണത്. കാരണം അതുപോലെ ത്യാഗങ്ങൾ സഹിച്ച ഓരോ കുട്ടിയെയും അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വരുന്നത്. ആ ലോകത്തിൽ വീട്ടാൻ പറ്റാത്ത ഒരൊറ്റ കടമുള്ളൂ അമ്മയോടുള്ള കടം. എത്ര വലിയവനായാലും അതായത് 10 മാസം ആ കുട്ടിയെ എത്ര ത്യാഗങ്ങൾ, ആ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എത്ര ത്യാഗങ്ങൾ അമ്മ സഹിക്കുന്നുണ്ട്. അമ്മയോടുള്ള കടം മാത്രമേ ഉള്ളൂ എത്ര വലിയവനായാലും വീട്ടാൻ പറ്റാത്ത ജീവിതത്തിൽ. അപ്പം അമ്മയും അച്ഛനും സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. അച്ഛൻ്റെ സംരക്ഷണവും ശാസനയും തീർച്ചയായിട്ടും വേണം. അതൊക്കെയുള്ള കുട്ടികൾക്ക് അമ്മമാരെ പലപ്പോഴും പേടി കുറവാണ്. കാരണം എപ്പോഴും അമ്മമാർക്ക് കുട്ടികളോട് അലിവായിരിക്കും, സ്നേഹം, ദയ കാണിക്കും. അച്ഛൻ്റെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ ഉള്ളിൽ ഒതുക്കി ശാസിക്കും. അതുകൂടെ ഉള്ളപ്പോഴാണ് നല്ലതായിട്ട് വരുന്നത്.
രണ്ടും ആവശ്യമാണ്. ഈ അമ്മമാരെ അല്ലെ അച്ഛനെയൊക്കെ വേദനിപ്പിക്കുന്ന എത്ര കഷ്ടമാണെന്നറിയോ? അതൊരിക്കലും പാടില്ല. അങ്ങനെ നിങ്ങൾ വേദനിപ്പിച്ചിട്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഏത് ദേവനെ വിളിച്ചാലും എത്രയൊക്കെ പുണ്യങ്ങൾ ചെയ്താലും എത്രയൊക്കെ ദാനങ്ങൾ ചെയ്താലും അതെല്ലാം അപൂർണമാണ്, പൂർണ്ണമാകത്തില്ല. അതൊന്നും അതൊന്നും അതുകൊണ്ടൊന്നും പൂർണ്ണ ഫലം ഉണ്ടാകത്തില്ല. ആ മാതാപിതാക്കളുടെ മനസ്സ് നൊന്താൽ ലോകത്തിൽ എവിടെയൊക്കെ പോയി അമേരിക്കയിലെ ഏറ്റവും വലിയ ജോലിയിൽ നിങ്ങൾ കയറിയാലും ലോകത്തിൻ്റെ എല്ലാ നാടുകളിൽ നിങ്ങൾ സഞ്ചരിച്ചാലും നിങ്ങൾ ഏറ്റവും വലിയ മിടുക്കനായാലും നിങ്ങൾ ഏറ്റവും വലിയ ഹയസ്റ്റ് പൊസിഷൻ എത്തിയാലും മാതാപിതാക്കളുടെ മനസ്സ് നൊന്താൽ അതിന് പരിഹാരമില്ല. കാരണം മാതാവാണ് ആദ്യ ഗുരു. അതുപോലെ അച്ഛൻ ഉള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അച്ഛനമ്മമാരുള്ളതുകൊണ്ട് നമ്മളുള്ളത്. അച്ഛൻ കാരണഭൂതനുമാണ്, അല്ലെ നമ്മളില്ല. അപ്പൊ നമ്മളുടെ അസ്തിത്വത്തെ തന്നെ മറക്കുകയാണ് അച്ഛനമ്മമാരെ കൈവിടുമ്പം, അച്ഛനമ്മമാരെ പരിപാലിക്കാതിരിക്കുമ്പം, അവരെ ഒഴിവാക്കി സംസാരിക്കുമ്പം, അവരോട് സ്നേഹക്കുറവ് കാണിക്കുമ്പം നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുക. നിലമറന്ന് ഉള്ള ഒരു അഹങ്കാരമാണത്. മാതാപിതാക്കളെ മറക്കുന്നത് ഒരിക്കലും പാടില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ദൈവികതയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. ദൈവികതയെ അറിയുന്നവരാണ് നമ്മൾ. വെറുതെ ചുമ്മാ ഒരു വീഡിയോ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈശ്വരനിലേക്കുള്ള വഴിയാണ്, ഈശ്വരനിലേക്കുള്ള സഞ്ചാരമാണ്. നിങ്ങൾ ആരും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അച്ഛനമ്മമാരോടൊത്ത് സമയം ചെലവഴിക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം, അവർക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കണം, അവരോടൊത്തിരുന്ന് ആഹാരം കഴിക്കണം, അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണം, അവരെ ശ്രദ്ധിക്കണം, അവരെ കെയർ ചെയ്യണം. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അവരോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യണം, അവർക്ക് പരിചരണം കൊടുക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ആ കടമൊന്നും വിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് പോകരുത് കേട്ടോ. അങ്ങനെ കടം വിട്ടാതെ പോയാൽ അത് ജന്മജന്മാന്തരങ്ങളും അതിൻ്റെ ഇരട്ടി പണി ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. എല്ലാവരും ശരിയായിട്ട് മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓം കൃഷ്ണായ നമ. ശുഭോഹം. ഇനി ചിലരപ്പം പറയാറുണ്ട്, സാറേ ഞങ്ങളുടെ അച്ഛൻ അമ്മ ഞങ്ങളോട് ഇത് ചെയ്തു, ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് ഇത് ചെയ്തു. ചെയ്തോട്ടെ, അല്ലെ ചെയ്തില്ലാതെ. ചിലപ്പം പലപ്പോഴും ഈ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ആയി കഴിയുമ്പോൾ മിക്കവാറും പലപ്പോഴും ഭാര്യയും ഭർത്താവും കൂടിയിരിക്കുന്ന സംസാരിക്കുമ്പോൾ പല കുറ്റങ്ങളും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. ഞാൻ വല്ലതും ചെയ്തെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അവരോട് തെറ്റ് ചെയ്യരുത്. അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. കാരണം അവരുടെ സ്ഥാനം, അവർ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്രയോ ഉയരത്തിലാണെന്നറിയോ? എത്രയോ വർഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ത്യാഗങ്ങൾ അനുഭവിച്ചെന്നറിയോ? നല്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. മക്കളെയും നല്ല രീതിയിൽ വളർത്തിയ അച്ഛനെ അമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എത്രയോ വർഷങ്ങളുടെ ത്യാഗം അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എത്രയോ രാത്രികളിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ടായിരിക്കും. എത്രയോ സ്കൂളിൽ വിടുമ്പോൾ എത്രയോ ദിവസങ്ങളിൽ നിങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിച്ചുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒന്നും 1% പോലും ആകത്തില്ല അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും. അതെപ്പോഴും ഓർത്തുകൊള്ളുക. അവരുടെ സ്ഥാനം എപ്പോഴും മുകളിലാണ്, എത്രയോ മുകളിലാണ്. കാരണം നമ്മൾ ഇന്ന് ഉള്ളത് അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അവരുടെ കരുണ ഉള്ളതുകൊണ്ടാണ് ഉള്ളത്, അവരുടെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇന്നിപ്പം നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി പൈസ ഉണ്ട്, വീട് സ്ഥലമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? അവർ നമ്മളെ പരിപാലിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഔന്നത്യം ഒരിക്കലും അവർ നമ്മളോട് എന്നെങ്കിലും തെറ്റായിട്ട് പെരുമാറിയാൽ പോലും അതിൻ്റെ മുന്നിൽ തുച്ഛമാണ്. അതുകൊണ്ട് എപ്പോഴും അവരെ മറക്കാതിരിക്കുക. അച്ഛനെയും അമ്മയും അവർ കൺകണ്ട ദൈവങ്ങളാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഗുരു. ഞാനിപ്പം ഗുരുവിൻ്റെ രഹസ്യം പറഞ്ഞല്ലോ. ആ ഗുരു പോലും അച്ഛനും അമ്മയും കഴിഞ്ഞേ ഉള്ളെന്ന് ഓർക്കുക. അത് കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ. അതാണ് ജ്ഞാനം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ.